എൻട്രൻസ് രംഗത്തെ രാജ്യത്തെ ഏറ്റവും വലിയ മോഡൽ എക്സാമായ ബ്രില്യൻ മോഡൽ എക്സാം ചോദ്യങ്ങളും തയ്യാറാക്കുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യം. ബ്രില്യന്റിലെ മോഡൽ എക്സാമിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന കോൺഫിഡൻസിന് പിന്നിലെ വാസ്തവം, എക്സാമുകളിലൂടെയുള്ള വിദ്യാർത്ഥികളുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഹെൽത്തി കോമ്പറ്റീഷനിലൂടെയുള്ള ബ്രില്യന്റിലെ മോഡൽ എക്സാം ദിനങ്ങളിലെ വിദ്യാർത്ഥികളുടെയും ഡയറക്ടേഴ്സിന്റെയും കോർഡിനേറ്റേഴ്സിന്റെയും ബ്രില്യന്റിലെ ഓരോ സ്റ്റാഫ് അംഗങ്ങളുടെയും സന്തോഷം. One day model exam highlights at Brilliant Study Center. കേരളത്തിൽ നിന്നും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലയിൽ രാജ്യത്ത് ഏറ്റവും അധികം റിസൾട്ട് സൃഷ്ടിക്കുന്ന സ്ഥാപനം ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ബ്രില്യന്റിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് 40 വർഷമായി തുടരുന്ന വിജയിച്ച സിസ്റ്റമാണ്. എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സ്വപ്ന ഭൂമിയാണ് ഇവിടം. ബ്രില്യന്റിന്റെ മോഡൽ എക്സാമുകൾ കേരളത്തിന്റെ 14 ജില്ലകളിലും ദുബായിലുമായി നടന്നു വരികയാണ്. കേരളത്തിന്റെ 14 ജില്ലകളിലും ദുബായിലുമൊക്കെയായി ബ്രില്യന്റിന്റെ എക്സാമുകൾ എഴുതുന്നത് 10,000-കണക്കിലധികം വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ OMR, ബ്രില്യന്റിലെ എല്ലാ വിദ്യാർത്ഥികളും OMR-ൽ മാർക്ക് ചെയ്ത് തന്നെ യഥാർത്ഥ നീറ്റ് ആംബിയൻസിലാണ് മോഡൽ എക്സാം മുതലേ തയ്യാറെടുക്കുന്നത്. യെസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നീറ്റ് മോഡൽ എക്സാം എന്ന വിളിപ്പേരുള്ള ബ്രില്യന്റിന്റെ മോഡൽ എക്സാമുകൾക്ക് പിന്നിലെ 40 വർഷമായുള്ള ലെഗസി സത്യസന്ധമായി റിസൾട്ടുകൾ തുറന്നു പറയുന്ന ബ്രില്യന്റ് നിങ്ങൾക്കായി കാട്ടിത്തരികയാണ്. രാജ്യത്തെ ഒന്നാമനായി 720-ൽ 720 എന്ന സ്കോർ നേടി 1 കോടി രൂപ ബ്രില്യൻ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീനന്ദ് ശർമ്മിൽ ഉൾപ്പെടെ ഇതുവരെ 1ാം റാങ്ക് നേടിയ എല്ലാ ബ്രില്യൻ വിദ്യാർത്ഥികളും, കഴിഞ്ഞ വർഷം 5000-ലധികം MBBS സീറ്റ് നേടിയ ബ്രില്യൻ വിദ്യാർത്ഥികളും, ഇതിനോടകം ബ്രില്യന്റിൽ പഠിച്ച 1,00,000 ഡോക്ടർമാരും ഇതേ എക്സാം സിസ്റ്റത്തിലൂടെ തന്നെയാണ് അവരുടെ MBBS സ്വപ്നം നേടിയെടുത്തത്. ഡയറക്ടേഴ്സ് 4 പേരുടെ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രില്യന്റിലെ കോർഡിനേറ്റേഴ്സ്, പ്രൊഫസേഴ്സ് എല്ലാം ഒത്തുകൂടി പ്ലാൻ ചെയ്യുകയാണ്. ജനുവരി മാസം ആദ്യം തന്നെ കൃത്യമായി ടോപ്പിക്കുകൾ കവർ ചെയ്ത് ജനുവരിക്ക് ശേഷമുള്ള സമയം വിദ്യാർത്ഥികളെ എക്സാം എഴുതി പരിശീലിപ്പിക്കണം. അതിലൂടെ വിദ്യാർത്ഥികളുടെ എക്സാം ഫിയർ മാറി കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം എന്നതാണ് ബ്രില്യന്റിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്ക് അതാത് ടോപ്പിക്കിലെ പ്രൊഫസേഴ്സ് വളരെ വ്യക്തമാക്കി ഓരോ സബ്ജക്റ്റിനെയും അതിലെ ടോപ്പിക്സിനെയും അതിലെ സംശയങ്ങളെയും എല്ലാം പരിഹരിച്ച് പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ തന്നെ, അതായത് ജനുവരിയിൽ തന്നെ ടോപ്പിക്കുകൾ ഫിനിഷ് ചെയ്യുന്നു. നാൽപ്പത് വർഷമായി ബ്രില്യന്റിന്റെ മോഡൽ എക്സാമുകൾ നടത്തപ്പെടുന്നു. എൻട്രൻസ് മേഖലയിലെ എല്ലാ മാറ്റങ്ങളെയും 4 പതിറ്റാണ്ടുകളായി കൃത്യമായി പഠിച്ചും നിരീക്ഷിച്ചുമാണ് ബ്രില്യന്റ് എൻട്രൻസ് മേഖലയിൽ ഇത്ര വലിയ വിജയം സൃഷ്ടിക്കുന്നത്. 40 വർഷമായി ഇതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന 4 ഡയറക്ടേഴ്സിന്റെ മേൽനോട്ടത്തിലാണ് അടുത്ത പ്രോസസ്സായ എക്സാം ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്. ഡയറക്ടേഴ്സും സബ്ജക്ട് എക്സ്പേർട്സും കോർഡിനേറ്റേഴ്സും കൂടി തയ്യാറാക്കുന്ന എക്സാം ഷെഡ്യൂളിന്റെ വിജയമാണ് ബ്രില്യന്റിന്റെ എല്ലാ വർഷങ്ങളിലെയും വലിയ റിസൾട്ട്. ഓരോ ടോപ്പിക്കുകളെയും 11 യൂണിറ്റുകളായി തിരിച്ചുകൊണ്ടാണ് മോഡൽ ഷെഡ്യൂളിന്റെ തുടക്കം. അങ്ങനെ 2 ഗ്രൂപ്പുകളായി ബ്രില്യന്റിലെ വിദ്യാർത്ഥികളെ തിരിക്കുന്നു. 2 ഗ്രൂപ്പുകൾക്കും 11 യൂണിറ്റുകളുടെ എക്സാമും അതിനോടൊപ്പം അവയുടെ തന്നെ പ്രിപ്പറേറ്ററി എക്സാമും, അതിനുശേഷം കോമ്പിനേഷൻ എക്സാം, അവയുടെ പ്രിപ്പറേറ്ററി എക്സാം, പിന്നീട് ഓൾ യൂണിറ്റ് എക്സാമും അതിന്റെ തന്നെ പ്രിപ്പറേറ്ററി എക്സാമും, അങ്ങനെ തുടങ്ങി നീറ്റ് എക്സാമിന്റെ തലേ ദിവസം വരെ ബ്രില്യന്റിന്റെ മോഡൽ എക്സാമുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. അതെ, ജനുവരി മുതലുള്ള മാസങ്ങളിൽ
ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ എക്സാമുകളുടെ വലിയൊരു പരമ്പരയെ തന്നെ അഭിമുഖീകരിച്ച് കോൺഫിഡൻസ് നേടിയെടുക്കുകയാണ്. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ബ്രില്യന്റിലെ വിദ്യാർത്ഥികളുടെ കോൺഫിഡൻസ് ലെവൽ ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്ന മോഡൽ എക്സാമുകളുടെ തയ്യാറെടുപ്പിലേക്ക് ടീം ബ്രില്യന്റ് പ്രവേശിക്കുന്നു. പിന്നീട് ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻസ് ആണ്. എൻട്രൻസ് മേഖലയിലെ രാജ്യത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഒരുമിച്ച് കൂടി സബ്ജക്ട് വൈസ് തിരിഞ്ഞ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു. എൻ്റെ പേര് ജോസഫ്. എൻ്റെ ടീച്ചർ കോഡ് JU എന്ന് പറയും. സാധാരണയായിട്ട് ഉള്ളാട്ട് സാർ എന്നാണ് അറിയപ്പെടുന്നത്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ മുതിർന്ന അധ്യാപകരിൽ ഒരാളാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്ക് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടുണ്ടാകുന്ന കൂട്ടായ ഡിസ്കഷൻ, ഏതൊക്കെ രീതിക്ക് വേണം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പം അതിന് ഞങ്ങൾ കൂട്ടായ ഒരു ഡിസ്കഷൻ നടത്തുന്നു. വേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രോജക്റ്റ് നിങ്ങൾ തയ്യാറാക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഞങ്ങൾക്കുണ്ടാകും. ആ ഫ്രെയിം വർക്ക് അനുസരിച്ചാണ് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ക്വസ്റ്റ്യൻസ് ഞങ്ങൾ സെറ്റ് ചെയ്യും. ഓരോ കുട്ടി തീർച്ചയായിട്ടും 100% പെർഫോമൻസ് പുറത്തെടുക്കത്തക്ക രീതിക്കുള്ള ഒരു ട്രെയിനിങ് ആണ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഞങ്ങൾ ചെയ്യുക. ഇറ്റ്സ് ആക്ച്വലി എ വാർ, ഒരു യുദ്ധം തന്നെയാണ്. ഈ യുദ്ധത്തിൽ ഒരിക്കലും അടിപതറാതെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നത് ഇവിടെ നിന്ന് എഴുതുന്ന എക്സാമിനേഷൻ, പ്രത്യേകിച്ച് മോഡൽ എക്സാമിനേഷനിലാണ്. എൻ്റെ പേര് പ്രദീപ് എസ് കൈമൾ. ഞാൻ 30 വർഷമായിട്ട് കെമിസ്ട്രി ടീച്ചറായിട്ട് വർക്ക് ചെയ്തതായിരുന്നു. അതിനുശേഷം ഞാൻ ബ്രില്യൻറ്റിൽ വന്ന് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പം ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതിന് ശേഷം ഞങ്ങൾ ആ കൺസേൺഡ് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം കുട്ടികൾക്ക് അത് ആ എക്സാമിനേഷൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് എത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഫൈനലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ വേണ്ടി കൊടുക്കുന്നത്. പിന്നീടാണ് സ്ക്രൂട്ടണി നടക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് പ്രൊഫസേഴ്സ് നൽകിയ ചോദ്യങ്ങളെ സ്ക്രൂട്ടണി ചെയ്യുന്നതിനായി മറ്റൊരു ടീം ഓഫ് പ്രൊഫസേഴ്സ് ഉണ്ട് ബ്രില്യന്റിൽ. അവരാണ് ആ വർഷത്തെ സിലബസുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ കൃത്യമാണെന്നും നീറ്റിന്റെ അതേ സ്റ്റാൻഡേർഡിലുള്ള ചോദ്യങ്ങളാണെന്നും ചോദ്യങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അത് കൂട്ടിച്ചേർത്തും സ്ക്രൂട്ടണിയുടെ ചർച്ചയിൽ രൂപം കൊണ്ട അഭിപ്രായങ്ങൾ പങ്കുവച്ചും ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും കൃത്യത ഉറപ്പുവരുത്തിയും 10,000-കണക്കിലധികം ചോദ്യങ്ങൾ ബ്രില്യന്റ് ടീം തയ്യാറാക്കുന്നു. അതിനുശേഷം ഈ ഓരോ ചോദ്യങ്ങളുടെയും വീഡിയോ സൊല്യൂഷൻ തയ്യാറാക്കപ്പെടുന്നു. എക്സാമിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റിപ്പോയ ഓരോ ഉത്തരങ്ങളിലേക്കും എങ്ങനെ കൃത്യമായി എത്താൻ സാധിക്കുമെന്നത് മനസ്സിലാക്കി നൽകുക എന്നതാണ് ഈ വീഡിയോ സൊല്യൂഷന്റെ ലക്ഷ്യം. ഒപ്പം ഒരിക്കൽ കൂടി സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുകയാണ് വീഡിയോ സൊല്യൂഷനിലേക്ക് ഓരോ ചോദ്യങ്ങളും എത്തുമ്പോൾ. വീഡിയോ സൊല്യൂഷൻ എടുത്തതിന് ശേഷം ഓരോ മോഡൽ എക്സാമുകളുടെയും ചോദ്യപേപ്പർ പ്രിന്റിങ്ങിനായി ടൈപ്പ് ചെയ്യപ്പെടുന്നു. DTPയിലെ എല്ലാ അംഗങ്ങളും കർമ്മനിരതരായി സേവനമനുഷ്ഠിക്കുന്നു. ഓർക്കുക, ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞാണ് ബ്രില്യന്റിന്റെ ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിങ്ങിനായി തയ്യാറാകുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ബ്രില്യന്റിലെ എക്സാമുകളുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 100% എറർലെസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രിന്റിങ്ങിന് പോകുന്ന ചോദ്യങ്ങൾ വളരെ സെക്യൂർ ആയി ബ്രില്യന്റിലേക്ക് എത്തുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ റൂമിൽ വളരെ സുരക്ഷിതമായി ഓരോ ചോദ്യ പേപ്പറുകളും സൂക്ഷിച്ചു വയ്ക്കുന്നു. കൃത്യമായി കേരളത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന 36ഓളം എക്സാം സെന്ററുകളിലേക്ക് ഓരോ ചോദ്യ പേപ്പറുകളും എക്സാമുകളുടെ തീയതികൾക്ക് തൊട്ടു മുൻപേയുള്ള ദിവസങ്ങളിൽ എത്തിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളിലെയും 30-ലധികം സെന്ററുകളിലേക്ക് കൃത്യമായി പാക്ക് ചെയ്ത് നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് അയച്ചു നൽകുന്നു.
പിന്നീട് ബ്രില്യൻ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതേ ദിവസങ്ങളിൽ തന്നെ 2 ഗ്രൂപ്പുകളായി തരംതിരിച്ച വിദ്യാർത്ഥികൾക്ക് എക്സാം നടത്തപ്പെടുകയാണ്. ഓരോ ക്ലാസ് ടീച്ചർമാർക്കും അതാത് ദിവസത്തെ എക്സാമുകളെ കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറും OMRഉം നൽകി ക്ലാസ്സുകളിലേക്ക് വിടുന്നു. അരമണിക്കൂർ നേരത്തെ വിദ്യാർത്ഥികളെ എക്സാം ഹാളിൽ പ്രവേശിപ്പിക്കും. കൂൾ ഓഫ് ടൈം നൽകും. യഥാർത്ഥ നീറ്റ് എക്സാമിന്റെ സമയം 3 മണിക്കൂർ. ബ്രില്യന്റിലെ മോഡൽ എക്സാമിന്റെയും സമയം 3 മണിക്കൂർ. OMRഉം ചോദ്യപേപ്പറും അടങ്ങുന്ന ബുക്ക്ലെറ്റ് വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് നൽകുന്നു. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പരീക്ഷകളിലെ യൂണിറ്റ് എക്സാമുകളിലൊക്കെ നിങ്ങൾ ഒരു റൗണ്ട് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കോമ്പിനേഷൻ എക്സാമിൽ നിങ്ങൾക്ക് പഠിച്ചിരിക്കുന്നതെല്ലാം ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കിട്ടിയ 3 മണിക്കൂർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ 3 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മളെ നീറ്റിൻ്റെ എക്സാം ഹാളിൽ ഇരിക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ട് എല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ എഴുതുക. എല്ലാ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക, ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിക്കുക. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഇന്നത്തെ എക്സാമിന് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാം ആരംഭിക്കുന്നു. യെസ്, പ്രവേശന പരീക്ഷാ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നീറ്റ് മോഡൽ എക്സാം ആണ് പിന്നീട് ബ്രില്യന്റിൽ നടത്തപ്പെടുന്നത്. ബ്രില്യന്റിന്റെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം, ബ്രില്യന്റ് BTS പ്രോഗ്രാം, ബ്രില്യന്റിന്റെ IIT എയിംസ് 2 ഇയർ പ്രോഗ്രാമിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാമായി കേരളത്തിലെ 10,000-കണക്കിലധികം വിദ്യാർത്ഥികളാണ് ബ്രില്യന്റ് മോഡൽ എക്സാമിന്റെ ഭാഗമാവുന്നത്. എക്സാമിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്താനും എല്ലാ ക്ലാസുകളിലും കൃത്യമായി വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും എക്സാം ചുമതലയുള്ളവർ ഓരോ ക്ലാസുകളിലും പ്രവേശിച്ച് ഉറപ്പുവരുത്തുന്നു. കൃത്യം 3 മണിക്കൂർ കഴിയുമ്പോൾ എക്സാം അവസാനിപ്പിക്കുന്നു. ആൻസർ കീ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ചലഞ്ച് ചെയ്യാനുള്ള അവസരവും വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ കുട്ടികളുടെ വാദങ്ങളെയും മാനിച്ച് അതിനെ പരിശോധിച്ച് തെറ്റുകളില്ല എങ്കിൽ വിദ്യാർത്ഥികളെ അത് പറഞ്ഞു മനസ്സിലാക്കാനും ബ്രില്യൻ ടീം കരുതലോടെ തന്നെ മുന്നിലാണ്. എല്ലാം കഴിഞ്ഞ് 30 മിനിറ്റിനുള്ളിൽ തന്നെ 10,000-കണക്കിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത എക്സാമിന്റെ റിസൾട്ട് വരികയാണ്. എല്ലാ ജില്ലകളിലെയും OMR സ്കാൻ ചെയ്യുകയാണ്. അതും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ. അതിനായി വേണ്ട ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളെല്ലാം ബ്രില്യന്റിലുണ്ട്. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഒമ്പത് മണി മുതൽ 12 വരെയാണ് നമ്മുടെ നീറ്റിൻ്റെ മോഡൽ എക്സാം നടക്കുന്നത്. 12 മണിക്ക് എക്സാം കഴിഞ്ഞാൽ 12:15 കൂടി എല്ലാ സെൻറ്ററുകളിൽ നിന്ന്, കേരളത്തിലെ എല്ലാ സെൻറ്ററുകളിൽ നിന്നുള്ള ആൻസർ ഷീറ്റ് നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് പാലായ്ക്ക് അയച്ചു തരും. നമ്മളത് 12:30 കൂടി കംപ്ലീറ്റ് ആക്കുകയും 12:30 തന്നെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യും. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി പ്രിന്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് AI ടെക്നോളജി എല്ലാം ഉൾപ്പെടുത്തി കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ലൈവായി തന്നെ കാണാൻ സാധിക്കും വിധം ഓൾ കേരള റിസൾട്ട് അനൗൺസ്മെന്റ് നടത്തുകയാണ്. അതും ഡയറക്ടേഴ്സ് നയിക്കുന്ന ലൈവ്. ബ്രില്യൻ മോഡൽ എക്സാമിൽ 720-ൽ 720 നേടിയ 4 വിദ്യാർത്ഥികളെ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, കോർഡിനേറ്റർ എന്നിവർ ചേർന്ന് ആദരിക്കുന്നു. അതും ഗോൾഡ് മെഡൽ അണിയിച്ചാണ് വിദ്യാർത്ഥികളെ ആദരിക്കുന്നത്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഈ മൊമെന്റ് ബ്രില്യന്റിന്റെ ലൈവിലൂടെ എല്ലാ ക്ലാസ്സുകളിലും കാണാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അത് വലിയൊരു മോട്ടിവേഷനാണ്. അതാത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ലൈവിലൂടെ ഡയറക്ടേഴ്സ് ആദരിക്കുമ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ ബ്രില്യന്റിലെ വിജയികളെ വരവേൽക്കുന്നത്. ഓരോ വിദ്യാർത്ഥികൾക്കും ഈ വിജയം കാണുന്നത് ഒരു വലിയ മോട്ടിവേഷനും കൂടിയാണ്. പിന്നീട് ഓരോ ക്ലാസ്സുകളിലേക്ക് എത്തിയും ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ നിരവധി വിദ്യാർത്ഥികളെ ഡയറക്ടർ സന്തോഷ് സാറും ഡയറക്ടർ ജോർജ് സാറും ആദരിക്കുന്ന കാഴ്ച വിദ്യാർത്ഥികളിൽ വളരെ ആവേശം നിറയ്ക്കുന്ന കാഴ്ചയാണ്.
ക്ലാസ്സുകളിലേക്കും പ്രവേശിക്കുന്ന ജോർജ് സാറിനെയും ആ ക്ലാസ്സിലെ എല്ലാ വിജയികളെയും നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് വിദ്യാർത്ഥികൾ അനുമോദിക്കുന്നത്. ഓരോ വിദ്യാർത്ഥികളെയും അവർ നേടിയ മികച്ച നേട്ടത്തിൽ ആദരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം അത്രമേൽ വലുതാണ്. നാളെയുടെ വാഗ്ദാനങ്ങളാണ് വിദ്യാർത്ഥികൾ. നിങ്ങൾ നേടുന്ന ഈ നേട്ടം നിങ്ങളുടെ ഡോക്ടർ ആവണമെന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ നേർക്കാഴ്ചകളാണെന്നുള്ള സന്ദേശം സ്നേഹപൂർവ്വം നൽകിയാണ് ഓരോ ക്ലാസ്സുകളിൽ നിന്നും അടുത്ത ക്ലാസ്സുകളിലേക്ക് ഡയറക്ടേഴ്സ് നീങ്ങുന്നത്. വിജയം നേടിയവർക്കും വിജയം നേടാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവർക്കും ഡയറക്ടേഴ്സിന്റെ ഈ വാക്കുകൾ വളരെ ഇൻസ്പിറേഷനാണ്. വിദ്യാർത്ഥികൾക്ക് കൃത്യമായി അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് അന്നേ ദിവസത്തെ എക്സാമിന് ലഭിച്ച മാർക്കുകൾ പ്രോഗ്രസ് കാർഡിൽ എഴുതി നൽകുന്നു. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഓരോ എക്സാമിനും ലഭിച്ച മാർക്കുകൾ കൃത്യമായി അനലൈസ് ചെയ്യാൻ സാധിക്കും. അതാത് ദിവസത്തെ മോഡൽ എക്സാമിൽ ലഭിച്ച മാർക്കുകൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതുന്നതിനൊപ്പം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിലേക്ക് മോഡൽ എക്സാമിൽ സ്കോർ ചെയ്ത മാർക്കുകൾ കൃത്യമായി SMS ആയി എത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് പ്രൊഫൈലിലും അവരുടെ മാർക്കുകൾ കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നു. എക്സാമുകൾക്ക് ശേഷം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അധ്യാപകരുടെ അടുത്തെത്തുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു. ബ്രില്യൻറ്റിലെ മക്കൾ ഇങ്ങനെയാണ്. ഓരോ എക്സാം കഴിഞ്ഞാൽ നമ്മളോട് വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻസിലെ സംശയങ്ങളെല്ലാം അവർ ചോദിച്ച് ക്ലിയർ ചെയ്യും. അങ്ങനെ അവർ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് അവർ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പോൾ ബ്രില്യൻറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർലെസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫസർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 50ഓളം വരുന്ന ഫാക്കൾട്ടീസ് ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ അകത്തിൽ എററെല്ലാം തിരുത്തിക്കൊണ്ട് മക്കൾക്ക് നമ്മൾ കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ മക്കൾ ഈ ഒരു എക്സാം ഇങ്ങനെ എഴുതുന്നതിലൂടെ അവർ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ നീറ്റ് ലെവൽ, അതായത് ശരിക്കും നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിൻ്റെ അതേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറ്. അപ്പം അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ കുട്ടികളെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഷാനു. ഞാൻ Q39 ബാച്ചിലാണ് പഠിക്കുന്നത്. നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങി. ഓൾമോസ്റ്റ് യൂണിറ്റ് വൈസ് എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ മിക്സഡ് മോഡൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ തീർച്ചയായും ആദ്യം ഉണ്ടായിരുന്ന എക്സാമിനെക്കാട്ടിയും ആദ്യം ഉണ്ടായിരുന്ന സ്കോറിനെക്കാട്ടിയൊക്കെ കുറേ കൂടി മികച്ച സ്കോർ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസും ക്രമാതീതമായി തന്നെ കൂടുന്നുണ്ട്. ഞങ്ങൾക്ക് ജനുവരി പകുതിയോടെയാണ് മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞങ്ങൾ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. എങ്ങനെയൊക്കെ ആയിരിക്കും മോഡൽ എക്സാംസ്, ഇത്ര അധികം കുട്ടികളുടെ കൂടെ എഴുതുമ്പോൾ എത്രമാത്രം നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആദ്യം കുറച്ച് അധികം തെറ്റുകൾ വരും. പക്ഷെ പിന്നീട് ഓരോ പ്രാവശ്യവും നമ്മൾ ഈ തെറ്റുകൾ മാറ്റി പുതിയ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ഈ കോമ്പറ്റീഷനിൽ ഒരു ഭാഗമായി തന്നെ മാറും. എൻ്റെ പേര് അഭിഷേക്. ഞാൻ ഇവിടെ Q50 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഈ ബ്രില്യൻറ്റിൻ്റെ എക്സാമിൻ്റെ ഏറ്റവും നല്ലൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ എക്സാം കഴിയുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും അത് ഓരോ എക്സാമിനും കഴിയുമ്പോൾ ഓരോ പുതിയ കോൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പുതിയ കോൺസെപ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് പഠിച്ച ഒരു രീതിയിലായിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ വരുന്ന വേറൊരു രീതിയിലായിരിക്കും. ഇപ്പം റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നില്ല. നമുക്ക് ഓരോ എക്സാം കഴിയുമ്പോഴും പുതിയ ക്വസ്റ്റ്യനുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ക്വസ്റ്റ്യനും പല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം നീറ്റിനെക്കാട്ടി നല്ല നിലവാരം കൂടിയ ക്വസ്റ്റ്യനാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് കഴിഞ്ഞ് നീറ്റ് പോയി എഴുതുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് എക്സാം എഴുതാൻ. ഇന്നത്തെ എക്സാം വളരെ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവൻ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നീറ്റ് എക്സാമിന്റെ അതേ പാറ്റേണിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നേരത്തെക്കാളും കുറച്ചും കൂടെ ലെവൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും ഞങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസാണ് തരുന്നത്. ഹലോ, എൻ്റെ പേര് ദേവനന്ദ ഉണ്ണികൃഷ്ണൻ. ഞാൻ P17 പഠിക്കുന്നത്. ഒറിജിനൽ നീറ്റ് എക്സാം എന്താണോ അതിന് നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും അതിനുള്ള രീതിയിലുള്ള നല്ല പാറ്റേൺസ് ഓഫ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഹായ് ഗൈസ്, എൻ്റെ പേര് അജിഷ പർവീൻ. ഞാൻ Q24 പഠിക്കുന്നത്. ഇവിടുത്തെ മോഡൽ എക്സാമിൻ്റെ ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് കറക്റ്റ് പക്ക ആണ്. മീൻസ് എന്താ പറയുക, നമ്മൾ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇപ്പോഴും അത് പഠിച്ചെടുക്കാനുള്ളൊരു സമയം തരുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ തരുന്നതെന്ന് ജോർജ് സാറാണ്. മീൻസ് സാറ് ഇപ്പോൾ നമുക്ക് എക്സാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു മീറ്റിംഗ് മാതിരി വെക്കും. എന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്, നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റും. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ പഠിക്കുന്നത്, നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചാണ് വരല്. മീൻസ് സാർ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. എൻ്റെ പേര് സൗമ്യ.
ഞാൻ Q36 എന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഓരോ എക്സാം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ എക്സാംസ് ഉള്ളത്. നീറ്റ് എക്സാം എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ഓരോ എക്സാം കഴിയുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി പോകാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേര് അബ്ദുൽ ഹന്നാൻ. ഞാൻ ബ്രില്യൻറ്റിലെ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചായി Q41 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ വീക്കിലി എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ മോഡൽ എക്സാംസ് ആണ്. അപ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് റിവിഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബ്രില്യൻറ്റ് പ്രിപ്പറേറ്ററി മോഡൽസും അതുപോലെ തന്നെ ബ്രില്യൻറ്റ് ലേണിംഗ് ആപ്പിലുള്ള മോഡൽ എക്സാംസ് ഒക്കെയാണ്. എൻ്റെ പേര് ശ്രീനിധി KU. ഞാൻ Q29 ബാച്ചിലാണ് പഠിക്കുന്നത്. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാം ഒക്കെ ജനുവരി സ്റ്റാർട്ടായി. ആദ്യമൊക്കെ മാർക്ക് കുറവായിരുന്നു, എന്നാലും ഗ്രാജുവലി ഇൻക്രീസ് ആയി വരുന്നുണ്ട്. കഴിഞ്ഞ എക്സാമിന് 600 മണ്ടയ്ക്ക് വന്നായിരുന്നു. അതിന് മുന്നത്തെ ഘട്ടം കുറവായിരുന്നു. ഓരോ എക്സാം കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കൂടി വരുന്നുണ്ട് മാർക്കൊക്കെ. ഹായ്, എൻ്റെ പേര് അൻഷ റോസ്. ഞാൻ ഇവിടെ ബ്രില്യൻറ്റിലെ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആണ്. Q48 ബാച്ചിലാണ് പഠിക്കുന്നത്. ചാപ്റ്റേഴ്സൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയി. പോർഷൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പ്രൊഫസേഴ്സ് ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്തു. ഇപ്പോൾ എക്സാംസ് തുടങ്ങി. അപ്പോൾ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നീറ്റിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് വിസ്മയ വിഷ്ണു. ഞാൻ P15 ബാച്ചിലാണ് പഠിക്കുന്നത്. എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ തിരിച്ചു എത്തുമ്പോൾ നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടി വീഡിയോ സൊല്യൂഷൻ ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്തുമാത്രം മിസ്റ്റേക്ക് ഉണ്ടോ അത് റിയലൈസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജാസിയാറ്റി Q25 പഠിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാമിൻ്റെ ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ എക്സാം ടഫ് ആകുമ്പോൾ നമ്മളെ മാർക്ക് കുറയും, സിമ്പിൾ ആകുമ്പോൾ കൂടും. കൂടുതൽ പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. മാർക്ക് കുറയുമ്പോൾ നമുക്ക് ആ തെറ്റെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഡിസ്കഷൻ കാണും, തെറ്റ് തിരുത്തി അത് കറക്ഷൻ ബുക്കിൽ എഴുതി വയ്ക്കും. നെക്സ്റ്റ് എക്സാമിന് ഞാൻ തെറ്റിക്കാറില്ല. അവിടെ നിന്നും വളരെ സന്തോഷത്തോടെ വിദ്യാർത്ഥികൾ ഹോസ്റ്റലുകളിലേക്ക്. എക്സാമിൽ സംഭവിച്ച തെറ്റുകളെ പരസ്പരം ചർച്ച ചെയ്തും തെറ്റിയ ഉത്തരങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന തീരുമാനമെടുത്തും അടുത്ത ദിവസത്തെ മോഡൽ എക്സാമിനെ സ്വീകരിക്കാൻ ഉറച്ച ചുവടുവെപ്പുമായി ഒരുപാട് പ്രതീക്ഷകളോടെ ഹോസ്റ്റലുകളിലേക്കും വീടുകളിലേക്കും മടങ്ങുകയാണ് ഞങ്ങളുടെ മക്കൾ. ഇതിനെല്ലാം അവസാനം കൃത്യം 7:30 ബ്രില്യന്റ് മോഡൽ എക്സാമിന്റെ ഭാഗമായിരുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ റാങ്കും സ്കോറും എല്ലാം വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊണ്ട് ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാം ലൈവിലെത്തുന്നു. ഓരോ വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെ കൃത്യമായ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടുള്ള ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷനാണത്. 10,000-കണക്കിലധികം വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, ബ്രില്യന്റിലെ അധ്യാപകർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാമായി പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ബ്രില്യന്റിന്റെ ഒരു ദിവസത്തെ മോഡൽ എക്സാമിന്റെ ഭാഗമാവുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. യെസ്, ഇന്ത്യസ് ലാർജസ്റ്റ് നീറ്റ് മോഡൽ എക്സാം ഈസ് കണ്ടക്ടഡ് അറ്റ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. Brilliant Study Center, India's #1 coaching center for NEET and JEE.